لا إله إلا الله وحده هذه التعديد وصلاة القائمة محمد الوسيلة الفضيلة وبعث مقام محمود الذي يعد. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على محمد وعلى آله وبارك وسلم تسليما كثيرا كثيرا. فيا أيها الناس اتقوا الله حق تقاته فقد قال الله تعالى في القرآن الكريم: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال الله تعالى: يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد اتقوا الله إن الله خبير بما تعملون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റബ്ബ് സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ആദ്യമായി എൻ്റെ നഫ്സിനോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന നല്ല അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാനാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കുന്ന എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ പൊരുത്തവും തൃപ്തിയും നേടാനുള്ള അമലുകളാക്കി മാറ്റുമാറാകട്ടെ. മുഖ്ലിസീങ്ങളായ അവരുടെ അടിമകളെ ഒരുമിച്ച് കൂടുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ബന്ധുമിത്രാദികളോടൊപ്പം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരുമിച്ച് കൂടാൻ സാധിക്കുന്ന ഭാഗ്യവാന്മാരായ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ പ്രിയ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസമാണിത്. അവിടുന്ന് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോയതും ഇതേ മാസത്തിലാണ്. റബീഉൽ അവ്വൽ എന്നാണ് ഈ മാസത്തിന് നമ്മൾ പേര് നൽകുന്നത്. ദ ഫസ്റ്റ് സ്പ്രിംഗ്, ആദ്യത്തെ വസന്തം. ഭൂമിയിൽ വസന്തമായി മുളച്ചുപൊന്തിയ, ഭൂമിയിൽ വസന്തമായി തളിരിട്ട, ഭൂമിയിൽ വസന്തമായി സൗരഭ്യം പടർത്തിയ അള്ളാഹുവിൻ്റെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ അറിയുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ദിനരാത്രികളാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യഹ്ബിബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇത്തബിഊനി, വാക്ക് വിത്ത് പ്രോഫറ്റ്, പ്രോഫറ്റിന്റെ കൂടെ നടക്കുക, നബിതങ്ങളുടെ കൂടെ നടക്ക് എന്നാണ് ഖുർആൻ പറയുന്ന പദം. ഫത്തബിഊനി എന്ന അറബി പദത്തിന്റെ അർത്ഥം വാക്ക് വിത്ത് പ്രോഫറ്റ്, പ്രോഫറ്റിന്റെ കൂടെ നിങ്ങൾ നടക്കണം. നബിതങ്ങളെ കൂടെ നടന്നാൽ എവിടെ എത്താം? നിമിതങ്ങളെ കൂടെ നടന്നാൽ ഹിറാ ഗുഹയിൽ ധ്യാനനിമഗ്നനായിരിക്കുന്ന ഒരു മനുഷ്യനിലേക്ക് എത്താം. മുള്ളും ചരലും കരൽ മുള്ളുകളുമുള്ള വഴികളിലൂടെ നടന്ന ഒരു മനുഷ്യന്റെ വഴികൾ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തെ ജനങ്ങളിൽ നിന്ന് അകന്ന് ഹിറാ ഗുഹയിൽ ധ്യാനനിമഗ്നനായി ഇരുന്നതിന്റെ പിറകിലുള്ള കാരണം തന്റെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അരാജകത്വത്തെയും ഹറാമുകളെയും തോന്നിവാസങ്ങളെയും കണ്ട് സഹിച്ച് മനം മടുത്ത് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു ഘട്ടത്തിലാണ് പ്രവാചകൻ ഒറ്റയ്ക്ക് ഹിറാ ഗുഹയിൽ അഭയം പ്രാപിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുന്ന പാഠം, ആ നബിതങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവം, ഗുണം, സമൂഹത്തിനെ കുറിച്ചുള്ള വേവലാതിയും ബേജാറും ചിന്തയും ആകുലതകളും ഉണ്ടാവണം.
ഞാനും എൻ്റെ കുടുംബവും, ഞാനും എൻ്റെ വീടും, ഞാനും എൻ്റെ ബിസിനസ്സും എന്ന സെൽഫിഷായ ജീവിതത്തിൽ നിന്ന് മാറി സമൂഹത്തിനെ കുറിച്ച്, ഉമ്മത്തിനെ കുറിച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിറാ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യത്തെ ഖുർആൻ ആയത്തുകളുമായി ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചരഞ്ഞു, ഭയന്ന് വിറച്ച് വീട്ടിലേക്ക് ഓടി, ഖദീജയുടെ അടുക്കലേക്ക് ഓടി. ഖദീജ സമ്മിലൂനി സമ്മിലൂനി, ഖദീജ എന്നെ പുതപ്പിട്ട് മൂട്, എനിക്ക് പഠിക്കുന്നു, എനിക്ക് പേടിയാവുന്നു. ആ ഗുഹയിൽ വെച്ച് ഞാൻ ഇന്നേ വരെ കാണാത്തൊരു കാഴ്ച കണ്ടു, ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു രൂപം കണ്ടു, ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത ചില വചനങ്ങൾ ഞാൻ കേട്ടു എന്ന് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഓടി അഭയം ഭാവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വാക്കുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദ, അല്ലാഹു താങ്കളെ ഒരിക്കലും പരീക്ഷിക്കൂല, അല്ലാഹു താങ്കളെ ഒരിക്കലും വെറുതെയാക്കൂല, അല്ലാഹു താങ്കളെ ഒരിക്കലും വേദനിപ്പിക്കൂല, അല്ലാഹു താങ്കളെ ഒരിക്കലും മാനസികമായി നോക്കപ്പെടുത്തൂല. കാരണം വല്ലാഹി ഇന്നക ലതസിലുർ റഹിം, അങ്ങയോടൊപ്പം 40 വർഷക്കാലമായി, വർഷങ്ങളായി ഞാൻ ജീവിക്കുന്നു, അങ്ങയോടൊപ്പമുള്ള ജീവിതത്തിൽ ഞാൻ പഠിച്ച കാര്യം ഇന്നക ലതസിലുർ റഹിം, താങ്കൾ കുടുംബക്കാരോട് സ്നേഹമുള്ള മനുഷ്യനാണ്, കുടുംബബന്ധം പുലർത്തുമെന്നവനാണ്. ഹാഷിം കുടുംബത്തിലെ ആർക്കും സുഖമില്ലാതായാലും ഓടിപ്പോകും. ഹാഷിം കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചാൽ അവിടെ നിങ്ങൾ ഉണ്ടാകും. ഹാഷിം കുടുംബത്തിൽ ആർക്കെങ്കിലും വേദനിച്ചാൽ ആ വേദനിക്കുന്നിടത്ത് അങ്ങ് കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി ഞാൻ കണ്ടിട്ടുണ്ട്. തീർന്നില്ല പ്രയാസം അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന ആളുകളുടെ ദുരിതങ്ങളെ ഏറ്റുവാങ്ങുന്ന ഇടങ്ങളിലെല്ലാം നബിയെ അങ്ങനെയും ഞാൻ കണ്ടിട്ടുണ്ട്. ആരോരുമില്ലാത്ത അശ്നർക്ക്, ഒന്നുമില്ലാത്ത സാധുക്കൾക്ക്, കഴിക്കാനുമൊന്നുമില്ലാത്ത ദരിദ്രർക്ക്, കിടന്നുറക്കാൻ കിടപ്പറയില്ലാത്ത ആരോരുമില്ലാത്തവർക്ക് വേണ്ടി അങ്ങ് അധ്വാനിക്കുന്നത്, അങ്ങ് പണിയെടുക്കുന്നത് ഞാൻ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ ഈ മക്കത്ത് നടക്കുന്ന അരാജകത്വങ്ങളിൽ കണ്ട് അങ്ങക്ക് മനസ്സ് വേദനിച്ചിട്ടുണ്ട്, അങ്ങക്ക് മനസ്സ് ദുഃഖിച്ചിട്ടുണ്ട്. കാലവിപത്തുകൾക്കെതിരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പോരാടാനുള്ള എല്ലാവിധ ആർജവും കാണിച്ച അങ്ങയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഭയക്കൂല. യാ അല്ലാഹ്, യാ റസൂലുള്ളാഹ്, യാ റസൂലുള്ളാഹ്. ഖദീജ റളിയല്ലാഹു അൻഹ നബിതങ്ങളോട് പറഞ്ഞ വാക്കുകളാണ്. ആ വാക്കുകൾ നമ്മൾ പഠിപ്പിക്കുന്ന പാഠം, റബീഉൽ അവ്വലിൽ പ്രവാചകനിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, സമൂഹത്തിന്റെ ആകുലതകളിൽ, സമൂഹത്തിന്റെ അരാജകത്വങ്ങളിൽ മനസ്സ് ദുഃഖിക്കുന്നവനായിരിക്കും, മനസ്സ് നൊമ്പരപ്പെടുന്നവനായിരിക്കും, എന്തെങ്കിലും ചെയ്യണം എന്ന ആഗ്രഹമുള്ളവനായിരിക്കും എന്നും മുസ്ലിം, എന്നും ആ പ്രവാചകന്റെ അനുയായികൾ, പ്രവാചകത്തിന്റെ അനുയായികൾ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ദിനത്തിൽ ജുമാ നമസ്കാരത്തിന് നിങ്ങളുടെ മുമ്പിൽ സാക്ഷിയാകുമ്പോൾ, നിങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും ഞാൻ സംസാരിക്കാറുള്ള വിഷയം, ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്ത് വരുന്ന വഴിക്ക് ഞാൻ കാണുന്ന ചില കാഴ്ചകളാണ്. ആ കാഴ്ചകൾ ഒരു കാഴ്ചക്കാരൻ എന്ന നിലയിൽ എനിക്കുണ്ടാക്കുന്ന മാനസിക വിഷമവും ദുഃഖവും നൊമ്പരങ്ങളുമാണ് പലപ്പോഴും മെമ്പറിന്റെ മുകളിൽ കയറി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാറുള്ളത്. എന്ന് കേരളം മുഴുവനായിട്ട് ഒരു ആഘോഷത്തിന്റെ, ഫെസ്റ്റിവലിന്റെ ആവേശത്തിലാണ്, വൈബിലാണ്, ചില്ലിങ്ങിലാണ്. ആ ആഘോഷത്തിന്റെ അടിസ്ഥാനത്തെക്കുറിച്ചോ, ആർക്കൊക്കെ ആഘോഷിക്കാം, ആർക്കൊക്കെ ആഘോഷിച്ചുകൂടാ എന്നുള്ള ചർച്ചകളിലേക്കോ തർക്കങ്ങളിലേക്കോ ഒന്നുമല്ല ഞാൻ കിടക്കുന്നത്. അതേസമയം മലയാളികളായ എല്ലാ ആളുകളും ഒരേ സമയം അംഗീകരിക്കുന്ന, മലയാളികൾക്ക് രണ്ടഭിപ്രായമില്ലാത്തൊരു പ്രധാനപ്പെട്ട വസ്തുത ഈ ആഘോഷ ദിനത്തിലുണ്ട്, ഈ ആഘോഷ ദിനങ്ങളിലുണ്ട്. അതെന്താണ്? ആഘോഷ ദിനത്തിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന ദിനങ്ങൾ ഓണത്തിന്റെ ദിവസങ്ങൾ തന്നെയാണ്. ഓണത്തിന്റെ ദിവസങ്ങൾ, ഈ ദിവസത്തെ കുറിച്ച് മലയാളികൾക്ക് രണ്ടഭിപ്രായമില്ലാത്ത വസ്തുത എന്താണ്? രണ്ടഭിപ്രായമില്ലാത്ത വസ്തുത, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം കഴിക്കപ്പെടുന്ന ദിനങ്ങൾ ഈ ദിനങ്ങളാണ്. 2024 ഓണത്തിന്റെ 12 ദിനങ്ങൾ, ഓണമാഘോഷത്തിന്റെ ഫെസ്റ്റിവലിന്റെ 12 ദിനങ്ങളിൽ മാത്രം കേരളത്തിൽ കുടിക്കപ്പെട്ടത് 818 കോടി രൂപയുടെ മദ്യമാണ്. 2023 808 കോടി, 10 കോടി രൂപയുടെ വർധനവാണ് കഴിഞ്ഞൊരു വർഷത്തിൽ സംഭവിച്ചത്. ഈ ദിനങ്ങളിൽ ഒരു ദിവസത്തിൽ മാത്രം കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്ന മദ്യം 124 കോടിയാണ്. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച്, 2024 കണക്കനുസരിച്ച്
2023 120 കോടിയായിരുന്നു. 2023 നിന്ന് ഒരു വർഷം കഴിയുമ്പോൾ അത് 124 കോടിയായിട്ട് മാറിയിട്ടുണ്ട്. 124 കോടിയായിട്ട് കഴിഞ്ഞ ഒരു വർഷത്തെ ഫിനാൻഷ്യൽ ഇയറിൽ, കഴിഞ്ഞ ഒരു വർഷത്തെ വ്യാപാര വ്യവസായ വരുമാന വർഷത്തിൽ കേരളത്തിൽ കുടിക്കപ്പെട്ട മദ്യത്തിന്റെ അളവ് 19,700 കോടി രൂപയുടെ മദ്യമാണ് കേരളത്തിൽ ഉപയോഗിക്കപ്പെട്ടത്, കേരളത്തിൽ കുടിക്കപ്പെട്ടത്. അതിന്റെ പഠനങ്ങളൊക്കെ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് സാധാരണമായി സൂചിപ്പിക്കേണ്ട ചില വസ്തുതകൾ പ്രധാനമായിട്ടുണ്ട്. ഈ അടുത്ത് മദ്യത്തിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തി, മനഃശാസ്ത്രപരമായിട്ട് തിരിച്ചു മടങ്ങി വരാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥ എന്ന് പറയുന്ന ഘട്ടമുണ്ട്. ആൽക്കഹോളിക് യൂസ് ഡിസോർഡർ എന്നാണ് അതിന് പറയുക. ആ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന 5% മലയാളികൾ പൂർണ്ണമായി ഉണ്ടായി കഴിഞ്ഞു എന്നാണ്. പൂർണ്ണമായും മദ്യത്തെ ഉപേക്ഷിച്ചുകൊണ്ട് തിരിച്ചു മടങ്ങി വരാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ അവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തെ, നമ്മുടെ സാക്ഷരത കേരളത്തിലേക്ക് മാറ്റിമറിച്ചതാരാണ്? ഇത്രത്തോളം സുലഭമായ രീതിയിൽ, പരസ്യമായ രീതിയിൽ മദ്യത്തിന്റെ വിനിയോഗത്തെ വ്യാപകമാക്കിയത് ആരാണ്? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇന്ത്യക്ക് ഒരു രാഷ്ട്രപിതാവുണ്ട്. ആ രാഷ്ട്രപിതാവിനെ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കപ്പെടുത്താറുള്ളത് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിലും പോലീസ് സ്റ്റേഷനുകളിലും നിയമസഭകളിലും പാർലമെന്റിലും കേവലം മച്ചിന്മേൽ പല്ലുകളെ തൂക്കിയിടുന്നത് പോലെ തൂക്കിയിടപ്പെടുന്ന കേവലം ഒരു ഫോട്ടോയായിട്ട് മാത്രമായിട്ട് മഹാത്മാവ് മാറി എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം മദ്യത്തിനെതിരെ ഏറ്റവും കൂടുതൽ സംസാരിച്ചൊരു മനുഷ്യൻ മഹാത്മജിയായിരുന്നു. ആളിക്കത്തുന്ന തീയിലേക്കും ആയമേറിയ ഒരു കടലിലേക്കും മുങ്ങിച്ചാവാൻ പോകുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ ഏത് രീതിയിൽ പിടിച്ചു വെക്കുമോ ആ രീതിയിൽ നിങ്ങൾ മദ്യപിക്കാൻ പോകുന്ന ഒരു മനുഷ്യനെ പിടിച്ചു വെക്കണം എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയായിരുന്നു. ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണ സാഹചര്യത്തിൽ മദ്യം നിരോധിക്കണോ വേണ്ടയോ എന്നൊരു ചർച്ച നടന്ന സമയത്ത് ഇന്ത്യയുടെ നികുതി വരുമാനത്തിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം മദ്യമാണെന്ന് ചില ആളുകൾ ചൂണ്ടിക്കാണിച്ച സമയത്ത് മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാക്കുണ്ട്, മദ്യത്തിന്റെ നികുതിയിൽ കൂടി കിട്ടുന്ന പണം പാപത്തിന്റെ കൂലിയാണ്. ആ കൂലി കൊണ്ട് ഒരു രാഷ്ട്രത്തെ പണിയാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ ഒരിക്കലും കരുതൂല. അങ്ങനെ നിങ്ങൾ നികുതിയുടെ അടിസ്ഥാനത്തിൽ മദ്യത്തെ അനുവദിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ വേശ്യവൃത്തിയെയും നിങ്ങൾ അനുവദനീയ വിധേയമാക്കണം. വേശ്യവൃത്തിയിൽ കൂട്ടുന്ന സമ്പത്തിന് നിങ്ങൾ നികുതി ഈടാക്കണം. അതുപയോഗിച്ചുകൊണ്ടൊരു രാജ്യം നിങ്ങൾ എന്തേ പണിയാത്തത് ചിരിച്ചു ചോദിച്ച മഹാത്മാവായിരുന്നു മഹാത്മാഗാന്ധിജി. ആ മഹാത്മാഗാന്ധിജിയുടെ ഫോട്ടോ നോക്കിയ നിയമസഭയിൽ നിന്ന്, ആ മഹാത്മാഗാന്ധിജിയുടെ ഫോട്ടോ നോക്കിയ പാർലമെന്റിൽ നിന്ന് ഇന്നേ വരെ ഇന്ത്യ മഹാരാജ്യത്ത് പൂർണ്ണമായിട്ടും മദ്യം നിരോധിക്കണം എന്നൊരു അഭിപ്രായം ഉയർന്നു വന്നിട്ടില്ല. അത് ഉയർന്നു വരരുത് എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ രാഷ്ട്രത്തിലെ ഭരണകൂടങ്ങൾ തന്നെയാണ്. 1931 യങ് ഇന്ത്യയിൽ മഹാത്മാഗാന്ധി എഴുതിയൊരു ലേഖനുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, എനിക്കെങ്ങാനും ഇന്ത്യ മഹാരാജ്യത്തിന്റെ അധികാരം, ഭരണം ഒരു ദിവസത്തിലേക്ക് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായി ചെയ്യുക ഇന്ത്യ മഹാരാജ്യത്തിന്റെ മുഖമൂലകളിൽ ഗ്രാമപ്രദേശങ്ങളിലുള്ള എല്ലാ കള്ളുഷാപ്പുകളും മദ്യവിൽപ്പനശാലകളും ഞാൻ പൂട്ടിക്കും എന്നായിരുന്നു ആ മഹാത്മാഗാന്ധിജി എഴുതി വെച്ചത്. ഇപ്പം ഓണത്തിന്റെ ഫെസ്റ്റിവലിന്റെ മൂഡിലാണ്. ഈ ഓണത്തിന്റെ ഫെസ്റ്റിവലിൽ 2 കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വരുന്ന 2 ചിന്തകൾ, 2 പ്രധാനപ്പെട്ട കച്ചവടങ്ങൾ. ഒന്ന് മദ്യക്കച്ചവടവും, ഒന്ന് ലോട്ടറി കച്ചവടവും. നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, നമ്മുടെ നാട്ടിന് വലിയ സാമ്പത്തികമായിട്ടുള്ള കടബാധ്യത നമ്മുടെ ഗവൺമെന്റിനുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത്, എത്ര വികസനം ശ്രമിക്കണം എന്ന് ആഗ്രഹിച്ചാൽ പോലും നമ്മുടെ നാടിന്റെ, കേരളത്തിന്റെ കടബാധ്യതയിൽ നിന്ന് നമ്മുടെ നാട്ടിലുള്ള ഒരു ഗവൺമെന്റിനും പുറത്തു വരാൻ സാധിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ നാട് നിലകൊള്ളുന്നത് 2 വരുമാനത്തിന്റെ പേരിലാണ്. ഒന്ന് ചൂതാട്ടത്തിന്റെ ലോട്ടറിയുടെ വരുമാനമാണ്, ഒന്ന് മദ്യത്തിന്റെ വരുമാനമാണ്. ഒരുപാട് സാധുക്കളുടെ കണ്ണീരുകളുള്ള, ഒരുപാട് അമ്മമാരുടെ വേദനകളുള്ള, ഒരുപാട് കുഞ്ഞുങ്ങളുടെ പട്ടിണികളുള്ള, ഒരുപാട് രോഗികളെ സൃഷ്ടിച്ച ഒരു സംവിധാനത്തിന്റെ മുകളിൽ എങ്ങനെയാണ് ഒരു രാജ്യത്തിന് വികസിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ഒരു നാടിന് സമ്പൽ സമൃദ്ധമായി സാധിക്കുക? എങ്ങനെയാണ് ഒരു രാജ്യത്തിന്, എങ്ങനെയാണ് ഒരു നാടിന് സാമൂഹികമായിട്ട് സുരക്ഷതയുള്ള നാടായി മാറാൻ സാധിക്കുക? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയുടെ വരികളിലൂടെ അല്ലാഹു പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലയോ മുഅ്മിനീങ്ങൾ, അല്ലയോ മനുഷ്യ, ചൂതാട്ടം, ലോട്ടറി ഇടപാടുകൾ, മദ്യപാനം, ഇതെല്ലാം ശൈത്താന്റെ പിശാചിന്റെ വേലകളാട്ടോ. നിങ്ങൾ അതിൽ പെട്ടുപോകരുത്.
നിങ്ങളത് പെട്ടുപോകരുത്. അതിൽ നിങ്ങളെ വീഴ്ത്താൻ ശ്രമിക്കും. നിങ്ങൾ വിജയം വരിക്കാൻ വേണ്ടി, നിങ്ങൾ സാമൂഹികമായിട്ട് സുഭദ്രതയുള്ള ആളുകളായി മാറാൻ വേണ്ടിയാണ് ഞാൻ ഇത് നോക്കുന്നത്. ഖുർആൻ വീണ്ടും പറയുന്നു, ഇന്നമാ യുരീദു ശൈത്വാനു അൻ യുഖിയ ബൈനകും അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാത്തി ഫഹൽ അൻതും മുൻതഹൂൻ. ഈ മദ്യത്തിൽ കൂടിയും ഈ ചൂതാട്ടത്തിൽ കൂടിയും ഈ മദ്യത്തിൽ കൂടിയും ഈ ലോട്ടറിയിൽ കൂടിയും ശൈത്താൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കിടയിൽ പരസ്പരം വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കാനാണ് ശൈത്താൻ ശ്രമിക്കുന്നത്. അതങ്ങനെ സാധ്യമാവുകയും ചെയ്യുന്നുണ്ട്. ശൈത്താൻ അത് പൂർണ്ണമായും സാധ്യമാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ നാടിന് വലിയ അളവിലുള്ള നികുതി വരുമാനം മദ്യത്തിൽ കൂടി ഉണ്ടാവുന്നു എന്ന് ഗവൺമെന്റ് സാധാരണഗതിയിൽ പറയാറുണ്ട്. ഓരോ വർഷവും മദ്യവിൽപ്പനയിൽ കൂടി നമ്മുടെ നാടിനുണ്ടായ ലാഭവിഹിതത്തിന്റെ കണക്കുകൾ ഗവൺമെന്റ് പുറത്തുവിടാറുണ്ട്. പക്ഷേ ഇന്നേ വരെ ഏതെങ്കിലും ബജറ്റുകളിലും ഇന്നേ വരെ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ മദ്യം കൊണ്ടുണ്ടായ ദുരന്തങ്ങളുടെ കണക്കുകൾ ഗവൺമെന്റുകൾ പുറത്തുവിടാറുണ്ടോ? അമ്മമാരുടെ കണ്ണീരിന്റെ വാർത്തകൾ പുറത്തുവിടാറുണ്ടോ? പട്ടിണിയിലായ കുഞ്ഞുങ്ങളുടെ വിശപ്പിന്റെ നൊമ്പരങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവിടാറുണ്ടോ? ഈ അടുത്ത് പുറത്തു വന്നൊരു കണക്കുണ്ട്. 20, 80, 60, 40 എന്ന് പറയുന്ന കണക്കാണ്. 20, 80, 60, 40, 80. എന്താണ് ആ കണക്ക്? കേരളത്തിലുള്ള ഹോസ്പിറ്റൽ അഡ്മിഷനുകൾ, കേരളത്തിൽ ഹോസ്പിറ്റൽ കേസായി വരുന്ന രോഗികളുടെ കേസുകൾ വരുന്ന 20% രോഗവും കേരളത്തിൽ ആൽക്കഹോളിന്റെ പേരിൽ ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. മനുഷ്യ ശരീരത്തിൽ ആൽക്കഹോൾ കൊണ്ട്, കള്ളുകൊണ്ട് പ്രശ്നമുണ്ടാവാത്ത ഒരു അവയവമില്ല എന്നാണ് വിശ്വകരന്മാർ പറയുന്നത്. എല്ലാ അവയവങ്ങൾക്കും പ്രശ്നങ്ങളും ഉണ്ടാവും. അത് ലങ്സ് ആവട്ടെ, അത് കരളാവട്ടെ, അത് കിഡ്നി ആവട്ടെ, ഈവൻ ത്വക്കിന് പോലും, മനുഷ്യ ശരീരത്തിലെ തൊലികൾക്ക് പോലും പ്രശ്നമാകുന്ന രീതിയിലുള്ള ദുരന്തങ്ങൾ ഈ കള്ള് മുഖാന്തരം ഉണ്ടാകുന്നുണ്ട്. ഈ കണക്കുകൾ പുറത്തുവിടുന്നത് ഗവൺമെന്റ് തന്നെയാണ്. 20% കേരളത്തിലെ ഹോസ്പിറ്റൽ അഡ്മിഷനുകൾ ഉണ്ടാകുന്നത് കള്ളിന്റെ പേരിലാണ്. 60% വരുന്ന കേരളത്തിൽ നടക്കുന്ന ക്രൈമുകളുടെ പിറകിലുള്ള മോട്ടീവ് കാരണം മദ്യമാണ്. 40% വരുന്ന കാർ ആക്സിഡന്റുകളുടെ, റോഡ് ആക്സിഡന്റുകളുടെ പിറകിലുള്ള കാരണം മദ്യമാണ്. തീർന്നില്ല, 80% വരുന്ന കേരളത്തിലെ ഗാർഹിക പീഡനങ്ങളുടെയും ഡിവോഴ്സുകളുടെയും പിറകിലുള്ള കാരണം മദ്യമാരെന്ന് കണക്ക് പുറത്തുവിട്ടത് ഗവൺമെന്റാണ്. 14ാം കേരള ഗവൺമെന്റ് അവരുടെ 11ാം കോൺഫറൻസിൽ ചർച്ച വിജയമാക്കി. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടായി, കേരളത്തിൽ ഘട്ടം ഘട്ടമായിട്ട് മദ്യം നിരോധിക്കാനുള്ള ശ്രമം ചെറിയതായ രീതിയിൽ നടന്നിരുന്നു. അതൊക്കെ പിന്നെ ഇല്ലാതായി. ആ ശ്രമം നടന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിയമവിധേയമല്ലാത്ത പല ബാറുകളും അടച്ചുപൂട്ടി. അങ്ങനെ നിയമവിധേയമല്ലാത്ത ബാറുകൾ അടച്ചുപൂട്ടിയത് കാരണമായിട്ട് വല്ല മാറ്റവും ഉണ്ടായിട്ടുണ്ടോ എന്നൊരു ചോദ്യം കേരള നിയമസഭയിൽ ഉണ്ടായി. ആ ചോദ്യത്തിന് വന്ന മറുപടി ഉണ്ടായി എന്നാണ്. നിയമവിധേയമല്ലാത്ത ബാറുകൾ അടച്ചുപൂട്ടിയതോടുകൂടി കേരളത്തിൽ 36% ക്രൈമുകളിൽ കുറവും 31% ഗാർഹിക പീഡനങ്ങളിൽ കുറവും ഉണ്ടായി എന്ന് പറഞ്ഞത് കേരളത്തിന്റെ നിയമസഭയിൽ അകത്ത് നിന്ന് തന്നെയാണ്. പക്ഷേ എനിക്കും എന്തുകൊണ്ട് കള്ളിനെ ഇല്ലായ്മ ചെയ്യാൻ, കള്ളിനെ ഇല്ലാതാക്കാൻ ശ്രമങ്ങൾ നടക്കുന്നില്ല? ആർക്കും അറിയാത്തത് കൊണ്ടല്ല, അറിയുന്നതോടൊപ്പം തന്നെയാണ് ഇതിൽ കൂട്ടു നിൽക്കുന്നത്. കുടിക്കരുത്, കൊടുക്കരുത്, വിളമ്പരുത് എന്ന് കേരളത്തിനോട് ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരു മഹാനുഭാവനായിരുന്നു ശ്രീനാരായണ ഗുരു. ആ ഗുരുവിന്റെ അനുയായികൾ, ആ ഗുരുവിന്റെ പേരിൽ നടക്കുന്ന ട്രസ്റ്റാണ് ഇന്ന് മദ്യം വെക്കുന്നതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് എന്ന് അനിഷേധ്യമായ കാര്യമാണ്. സാധുക്കളായ ആ മനുഷ്യർക്കിടയിലാണ് അത് ഏറ്റവും വിനിയോഗിക്കപ്പെടുന്നത് എന്നും വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കണ്ണൂരിലെ പുതിയൊരു ഭാഗത്ത്, കുറച്ച് ഉള്ള ഏരിയയിലുള്ള സാധുക്കളായ മനുഷ്യർ ജീവിക്കുന്ന ഒരു ഭാഗത്ത് സാമൂഹികമായിട്ടുള്ള ചില വളണ്ടിയർ വർക്കിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കാൻ സാധിച്ചു. ഒരുപാട് മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും എല്ലാം താമസിക്കുന്ന ഒരിടമാണ്. പക്ഷേ കോളനിയിൽ ജീവിക്കുന്ന ആളുകളാണ്. കോളനികൾ എന്നും ഹിന്ദു സമുദായത്തിലെ താഴ്ന്ന ജാതിക്കാർ ജീവിക്കുന്ന ഇടങ്ങളാണല്ലോ. കഴിക്കാൻ ഭക്ഷണമില്ലാത്ത, കിടന്നുറങ്ങാൻ നല്ലൊരു കിടപ്പറയില്ലാത്ത, നല്ലൊരു വീടില്ലാത്ത സാധുക്കളായ മനുഷ്യർ ജീവിക്കുന്ന ഇടം. അവിടെ നമ്മളൊരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയുള്ള മുസ്ലിമുകൾക്കുള്ളൊരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇടക്കിടക്ക് അതിന്റെ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിലൊക്കെ കിറ്റ് വിതരണം ചെയ്യും. അപ്പൊ കിറ്റ് വിതരണം ചെയ്യുന്ന സമയത്ത് ഓരോ വീടുകളും കയറിറങ്ങി എല്ലാ വീടുകളും കണ്ടു. ഓരോ വീട്ടിലെയും അവസ്ഥകൾ ദുരിതകരമായിരുന്നു, നമ്പരമായിരുന്നു. അവിടുത്തെ എന്താണ് പ്രശ്നം എന്ന് കണക്കെടുത്ത സമയത്ത് അടിസ്ഥാനപരമായ പ്രശ്നം 1000 രൂപ കൂലി കിട്ടുന്ന വീട്ടുകാരനായ ഗ്രഹനാഥൻ ആ 1600 രൂപയും അന്നത്തെ രാത്രി കുടിച്ചു തീർക്കുകയാണ്.
പിന്നീട് കിട്ടുന്ന 300 രൂപക്കാണ് അവർ ജീവിച്ചു തീർക്കുന്നത്. ഈ രീതിയിൽ കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ, സാമൂഹിക സുരക്ഷിതതയെ പൂർണ്ണമായും തച്ചു തകർക്കുന്ന ഈ സംവിധാനത്തിന് ശബ്ദമുയർത്താൻ ഒരു നേതാവും കാണിക്കൂല, ഒരു ഭരണപക്ഷവും കാണിക്കൂല, ഒരു ഭരണപക്ഷവും അതിന്റെ കൂടെ നിൽക്കൂല. എന്താണ് അതിന്റെ പിറകെയുള്ള കാരണം? വളരെ രസകരമായിട്ടുള്ള ചില കണക്കുകളുണ്ട്. എല്ലാ വർഷവും 12 കോടി രൂപ കേരള സർക്കാർ പാസ്സാക്കുന്നു. അത് പാസ്സാക്കുന്നത് കേരളത്തിൽ ലഹരി ഉപയോഗം, കള്ളിന്റെ ഉപയോഗം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ്. എന്താണ് അതിന് ചെയ്യുന്നത്? ഒരു ഭാഗത്ത് വെച്ച് കോടിക്കണക്കിന് 19,700 കോടിയൊക്കെ വാർഷിക കണക്ക് കള്ള് വെക്കുകയും അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് വെറും 12 കോടി രൂപ കള്ളി ഇല്ലായ്മ ചെയ്യാനുള്ള ബോധവൽക്കരണ പരിപാടിക്ക് വേണ്ടി നമ്മുടെ സർക്കാർ ചെലവഴിക്കുന്നു. 19,700 കോടി രൂപയുടെ വിറ്റുവരവുള്ള ഒരു സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വിമുക്തി എന്ന പേരിൽ കേരള സർക്കാർ ബജറ്റിൽ പാസ്സാക്കുന്നത് വെറും 12 കോടി രൂപയാണ്. 12 കോടി രൂപയാണ്. ചിരിക്കാൻ വകയുള്ള മറ്റു ചില വേറെ കാഴ്ചകളും വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓണം സമയമാണ്. ഓണം സമയത്തിൽ ബീവറേജസിലും ബെവ്കോയിലും അതുപോലെ തന്നെ BSCയിലും വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഈ പ്രാവശ്യം ഓണത്തിന്റെ ബോണസ് കൊടുത്തിട്ടുണ്ട്. ഈ ഓണത്തിന്റെ ബോണസ്, ഓണം ബോണസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാലറിക്ക് പുറമേ കൊടുക്കുന്ന തുകക്കാണല്ലോ നമ്മൾ ബോണസ് എന്ന് പറയുക. അങ്ങനെ ബെവ്കോയിൽ ജോലി ചെയ്യുന്ന ഓരോ തൊഴിലാളിക്കും ഈ ഓണം സീസണിൽ, ഓണം ഫെസ്റ്റിവലിൽ കൊടുക്കുന്നത് 1,02,000 രൂപയാണ്. കേരളത്തിൽ 4,000-ഓളം ബെവ്കോയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുണ്ട്. സ്ഥിരം വരുമാനക്കാരായിട്ടുള്ള ആളുകൾ. 4,000 പേർക്ക് 1,02,000 രൂപ വീതം കൊടുത്തിട്ടുണ്ടെങ്കിൽ 41 കോടി രൂപയാണ് സാലറിക്ക് പുറമെ ബോണസായി മാത്രം ഈ തൊഴിലാളികൾക്ക് വേണ്ടി കൊടുക്കുന്നത്. ഇത്രയും തുക എവിടെ നിന്നാണ് വരുന്നത്? ഇത്രയും തുകകൾ വരുന്നത് സാധുക്കളായ, ഒരു ദിവസം രാവിലെ മുഴുവൻ വൈകുന്നേരം വരെ പണിയെടുത്ത് 100, 200, 500, 1000 രൂപ മാത്രം കണ്ടെത്തുന്ന ഒരു തൊഴിലാളി വൈകുന്നേര സമയം അവൻ ചെലവഴിക്കുന്നത് അവന്റെ ആ പണം കൊണ്ടു കൊടുത്ത് അവന്റെ വിയർപ്പിന്റെ തുള്ളികളാണ് ഇങ്ങനെ കോടികളായി നമ്മുടെ നികുതിയുടെ, നമ്മുടെ ഖജനാവിൽ കുമിഞ്ഞു കൂടുന്നത്. ആ കുമിഞ്ഞു കൂടുന്ന ഇടത്ത് വെറും 12 കോടി വിമുക്തി എന്ന് പറഞ്ഞ് ബോധവൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുക? ഗാന്ധിജി പറഞ്ഞതുപോലെ ഇത് പിടിച്ചു വെക്കാതെ, ഇത് ഇല്ലായ്മ ചെയ്യാതെ പരസ്യമായിട്ട് ഇങ്ങനെ വിതരണം ചെയ്താൽ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഇത് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുക? പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. പത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് MDMA പിടിച്ചു, കഞ്ചാവ് പിടിച്ചു എന്നൊക്കെ വാർത്തകൾ കാണാറുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, കേരള ഗവൺമെന്റ് എങ്ങാനും MDMAയും കഞ്ചാവും വിൽക്കാനുള്ള ഒരു സംവിധാനം കൊണ്ടുവന്ന് വരിക. ബെവ്കോ പോലെ പരസ്യമായ രീതിയിൽ കഞ്ചാവും MDMAയും വിൽക്കുകയും അതിൽ കൂടി ഗവൺമെന്റിന് നികുതി ലഭിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം വരും ഭാവിയിൽ നമ്മുടെ ഭരണ സിസ്റ്റത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ MDMAയും കഞ്ചാവും കൂടി വിൽക്കാനുള്ള താല്പര്യങ്ങൾ നമ്മുടെ ഭരണകൂടങ്ങൾ കാണിക്കും. ഇത് സത്യാവസ്ഥയാണ്, അല്ലേ? നികുതി വരുമാനമായിട്ട് ഒരു സമ്പത്തും MDMAയുടെയും കഞ്ചാവിന്റെയും ഭാഗമായിട്ട് കിട്ടാത്തതിന്റെ പേരിലാണല്ലോ ഇന്നും MDMAയും കഞ്ചാവും നിരോധിത വസ്തുവായി തന്നെ തുടരുന്നത്. അതല്ല, ഗവൺമെന്റിന് വല്ലതും കിട്ടുമെങ്കിൽ അത് സമ്മതിക്കും. അതുകൊണ്ടാണല്ലോ പലരും പറയുന്നത് ഇന്ത്യയിലെ മധ്യപ്രദേശായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മദ്യങ്ങൾ യൂസ് ചെയ്യപ്പെടുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. സാക്ഷരത കേരളം എന്നാണ് പറയുക. കേരളത്തിലെ മുഴുവൻ 100% സാക്ഷരതയുള്ള കേരളം. കേരളത്തിൽ മുഴുവൻ ആളുകൾക്കും ഡിജിറ്റൽ സാക്ഷരതയുണ്ട് എന്ന് നമ്മുടെ സാക്ഷരതയെ കുറിച്ച് നമ്മൾ അഭിമാനം പറയാറുണ്ട്. സ്ത്രീ സുരക്ഷിതയുണ്ട് നമ്മൾ അഭിമാനം പറയാറുണ്ട്. പക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൽക്കഹോളുകൾ ഉപയോഗിക്കപ്പെടുന്ന ദിനങ്ങളാണ് ഈ ഓണത്തിന്റെ ഈ ഫെസ്റ്റിവലിന്റെ ടൈമുകൾ. അതിന്റെ ദുരന്തങ്ങളെ കുറിച്ചുള്ള വാർത്തകളാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറിന്റെ വർത്തമാനം കേട്ടു. ഡോക്ടറിന്റെ സംസാരം കേൾക്കേണ്ട. അദ്ദേഹം പറഞ്ഞു, മനുഷ്യ ശരീരത്തിന്റെ അകത്ത് അലുവ പോലുള്ളൊരു അവയവമാണ് കരൾ. പക്ഷേ കരൾ സിറോസിസ് ബാധിച്ച് അത് മാറ്റിവെക്കുന്ന രോഗികളുടെ കരളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. കറുത്ത പാറക്കല്ല് പോലെ കുടിച്ചിട്ട് അയാളുടെ കരള് മാറിയിട്ടുണ്ട്. 25 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരന്റെ അനുഭവം അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം സ്ഥിരം മദ്യപാനി എന്നല്ല, വല്ലപ്പോഴും മദ്യപിക്കുന്ന ഒരു സോഷ്യൽ ഡ്രിങ്കിങ് സ്വഭാവമുള്ള മനുഷ്യനാണ്. സോഷ്യൽ ഡ്രിങ്കിങ് ആൾക്കാരുടെ കൂടെ കൂടിയാൽ മാത്രമേ കുടിക്കാറുള്ളൂ. 25-ാം വയസ്സിൽ കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞതിനെ തുടർന്ന് പെട്ടെന്നൊരു ശരീരവേദന, വയറ്റിൽ വേദന ഉണ്ടായ സമയത്ത് കരളിനെ മാത്രമല്ലല്ലോ മറ്റു ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ഇത് ബാധിക്കില്ല. ഇദ്ദേഹത്തിന് കരളിന് പുറമെ ബാൻക്രിയാസ് എന്ന് പറയുന്ന ആഗ്നേയ ഗ്രന്ഥി എന്ന് പറയുന്ന ആമാശയത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു ഗ്രന്ഥിയുണ്ട്. ഈ ഗ്രന്ഥിക്കാണ് ഈ കുടി കാരണം പ്രശ്നമുണ്ടായിരിക്കുന്നത്.
1.5 മാസക്കാലം വെന്റിലേറ്ററിലും 1.5 മാസക്കാലം ഡയാലിസിസ് ചികിത്സക്കും വിധേയമായതിനു ശേഷമാണ് 25 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ചെറുപ്പക്കാരെ എന്റെ മുമ്പിലേക്ക് വന്നത്. 1.5 മാസക്കാലം വെന്റിലേറ്ററിലായിരുന്നു, ഡയാലിസിസ് ചികിത്സയിലായിരുന്നു. ഞാൻ പരിശോധിച്ച സമയത്ത് അവന്റെ ആമാശയത്തിന്റെ പിറകിലായിക്കൊണ്ട് ഒരു പഴുപ്പ് ഞാൻ കണ്ടെത്തി. ആ പഴുപ്പ് ഞാൻ നീക്കം ചെയ്ത സമയത്ത് ഏകദേശം 1 ലിറ്ററിലധികം പഴുപ്പിന്റെ അംശം അവന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു അസുഖം വന്നത്. വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ഏകദേശം 5-6 മാസക്കാലം കട്ടിലിൽ നിന്ന് കിടക്കപ്പായിൽ നിന്ന് ഒന്ന് എഴുന്നേൽക്കാൻ പോലും സാധിക്കാത്ത അവനെയും കരച്ചലോടുകൂടി കണ്ണീരോടുകൂടി അവനെ നോക്കി നിൽക്കുകയും ചെയ്യുന്ന അവന്റെ ഭാര്യയെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഭാര്യയും പറഞ്ഞു. അദ്ദേഹം പറയാണ്, അദ്ദേഹം കരൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കേരളത്തിൽ അറിയപ്പെട്ട ഒരു ഡോക്ടറാണ്. അദ്ദേഹം പറയാണ്, കേരളത്തിലെ 80% കരൾ ട്രാൻസ്പ്ലാന്റേഷനുള്ള കരളുകൾ കൊടുക്കുന്നത് ഭാര്യമാരാണ്, പെണ്ണുങ്ങളാണ്. ആണുങ്ങൾ കുടിക്കും, പെണ്ണുങ്ങൾ കരൾ കൊടുക്കും. ആണുങ്ങൾ കുടിക്കും, പെണ്ണുങ്ങൾ കരൾ കൊടുക്കും. ഇത് സ്ഥിരമായി കുടിക്കുന്ന ആളുകൾക്കെന്നല്ല, വല്ലപ്പോഴും കുടിക്കുന്ന ആളുകളിൽ പോലും ഞാൻ കാണുന്ന ദുരന്തങ്ങളാണ്, ദുരനുഭവങ്ങളാണ്. ഞാൻ ഒരിക്കലും മറക്കാത്തൊരു അനുഭവമായിട്ട് അദ്ദേഹം പറയാണ്, ഒരിക്കൽ ഒരു കരൾ രോഗി വന്നു. കരൾ സിറോസിസ് ആണ്, കരൾ മാറ്റിവെക്കേണ്ടതുണ്ട്. ഭാര്യയുടെ കരൾ നോക്കി, അതിന് വോള്യം കുറവാണ്, ഭാര്യയുടെ കരൾ കൊടുക്കാൻ പറ്റൂല എന്നൊരു സാഹചര്യം വന്നപ്പോൾ ഉപ്പാന്റെ കരൾ മാറ്റിക്കൊടുക്കാൻ വേണ്ടി മൂത്ത മോൾ വന്നു. ഡോക്ടറെ, എന്റെ കരൾ എടുത്തു എന്ന് ആ പെൺകുട്ടി പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ പ്രായം 17 വയസ്സായിരുന്നു. മൈനർ പ്രായത്തിലുള്ള ഒരു കുട്ടിയുടെ കരൾ എടുക്കാൻ ഇന്ത്യയിൽ നിയമമില്ല. അതിന്റെ പേരിൽ ആ പെൺകുട്ടി കോടതിയിൽ പോയി, കോടതിയിൽ നിന്ന് വിധി വാങ്ങി ആ പെൺകുട്ടി 17 വയസ്സ് മാത്രമുള്ള പെൺകുട്ടി അച്ഛന് കരൾ കൊടുക്കുമ്പോൾ ആ പെൺകുട്ടിക്കും ആ അമ്മക്കും മനസ്സിലുള്ള ഒരു ആഗ്രഹം, അച്ഛനെ, അപ്പനെ, ഉപ്പയെ ജീവനോടെ കാണണം എന്നൊരു ആഗ്രഹത്തിന്റെ പേരാണ്. ആണ് കുടിക്കും. അതിന്റെ കണ്ണീരും അതിന്റെ വേദനകളും അതിന്റെ ദുരന്തങ്ങളും എല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് പെണ്ണുങ്ങളാണ് എന്നുള്ള വസ്തു നമുക്കൊക്കെ അറിയുന്നു. കഴിഞ്ഞ ദിവസം നമുക്കൊക്കെ നാണക്കേടിന്റെ ഒരു വാർത്ത ഉണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കിടയിൽ എല്ലാം പ്രവാസികളാണ്. ആ പ്രവാസികൾക്കിടയിൽ തന്നെ കുവൈത്തിലുള്ള പ്രവാസികൾ എന്റെ മുമ്പിലുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുവൈത്തിൽ കഴിഞ്ഞ ദിവസം ഒരു മദ്യ ദുരന്തം ഉണ്ടായി. വ്യാജ മദ്യം ഉൽപ്പാദിപ്പിച്ചു. അത് വിൽക്കാനുള്ള, ഓണത്തിന്റെ ആഘോഷത്തിനിടയിൽ വിൽക്കാനുള്ള വെമ്പലായിരുന്നു. അതേ തുടർന്നാണ് 100 കണക്കിന് ആളുകൾ അസുഖബാധിതരുകയും 50-60ഓളം ആളുകൾ മരിക്കുകയും ചെയ്യുന്ന മദ്യ ദുരന്തം കുവൈത്തിൽ ഉണ്ടായത്. അതുണ്ടായത് മലയാളി സമൂഹത്തിനിടയിലാണ്, മുസ്ലിമീങ്ങൾക്കിടയിലാണ്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു അബദ്ധമുണ്ട്. നമ്മൾ നമ്മുടെ സ്വന്തം നാട്ടിൽ ജീവിക്കുമ്പോൾ ഈ രീതിയിലുള്ള എല്ലാ ഹറാമുകളിൽ നിന്നും അകന്നുകൊണ്ട് നമ്മൾ ജീവിക്കും. എന്നാൽ മറ്റൊരു നാട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു നാട്ടിൽ ജോലിക്ക് വേണ്ടി പോകുമ്പോൾ നമ്മൾ അറിയാതെ അവിടെയുള്ള ഹറാമുകൾ നമ്മൾ കൂടും. ചങ്ങാതിമാരുടെ കൂടെ കൂടും, റൂംമേറ്റുകളുടെ കൂടെ കൂടും. അങ്ങനെ റൂംമേറ്റുകളുടെ കൂടെ കൂടി വല്ലപ്പോഴും കുടിക്കുക എന്നുള്ള ഇഷ്ടത്തോടു കൂടി കുടിച്ചു തുടങ്ങും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ കുടിച്ചു തുടങ്ങുന്ന കുടിക്കൽ അവസാനിക്കുക അവന്റെയും കുടുംബത്തിന്റെയും അവസാനത്തിലാണെന്നുള്ള ദുരന്തപൂർവമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. എൻ്റെ ഗുരു പലപ്പോഴും പറയുന്ന ഒരു കഥയുണ്ട്. മംഗലാപുരത്ത് ഞാൻ ഒരിക്കൽ യാത്ര പോയപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ മകനെയും കൂട്ടി വന്നു. 40 ലക്ഷത്തിലധികം രൂപ അവന് MBBS പഠിക്കാൻ വേണ്ടി മംഗലാപുരത്തിലെ ഒരു MBBS ഹോസ്പിറ്റലിൽ പഠിക്കാൻ വേണ്ടി പണം കൊടുത്ത് ചേർത്തവനാണ് ഞാൻ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ചിട്ടാണ് അവിടെ ഒരു സീറ്റ് ഞാൻ വാങ്ങിക്കൊടുത്തത്. എന്നാൽ രോഗികളുടെ ശരീരത്തിലേക്ക് സിറിഞ്ചുകൾ കയറ്റേണ്ട ഒരു ഡോക്ടറായി മാറേണ്ട അവൻ മംഗലാപുരത്തെ പഠിക്കാനാക്കിയതിനു ശേഷം അവൻ ഒരു രോഗിയായി മാറി. രോഗികളിൽ കുത്തിവെക്കേണ്ട സിറിഞ്ചുകൾ സ്വന്തം ശരീരത്തിലേക്ക് MDMകളും ലഹരിയുമായിട്ട് കുത്തിവെക്കുന്ന ആ കുഞ്ഞിനെയും കൂട്ടി, മകനെയും കൂട്ടി ആ ഉപ്പ എന്റെ അടുക്കൽ വന്നു. അവനൊന്ന് എഴുന്നേൽത്ത് നിൽക്കാൻ പോലും സാധിക്കുന്നില്ല, അവനൊന്ന് സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ല. അങ്ങനെ എത്ര ദുരന്തപൂർണമായിട്ടുള്ള അനുഭവങ്ങളാണ് നമ്മുടെ മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ കാണുന്നത് പലപ്പോഴും ഒരു നേരത്തേക്ക്, വല്ലപ്പോഴും എന്ന അർത്ഥത്തിൽ പോലും കുടിക്കാൻ ഒരുങ്ങുന്ന ആളുകൾ പോലും ദുരന്തത്തിലേക്ക് പതിയെ എത്തിച്ചേരുന്ന നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അവസാനമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് ഉബൈദുല്ലാഹ് ഇബ്നു ജഹ്ഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ്. ഉബൈദുല്ലാഹ് ഇബ്നു ജഹ്ഷ് ആരാണ്? ഉബൈദുല്ലാഹ് ഇബ്നു ജഹ്ഷ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ, അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഇസ്ലാം സ്വീകരിച്ച, ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച സഹാബിയായിരുന്നു ഉബൈദുല്ലാഹ് ഇബ്നു ജഹ്ഷ്.
ഇസ്ലാമിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച സഹാബിമാരെല്ലാം സ്വർണം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട സഹാബിമാരാണ്. അവരിൽ അധിക പേരും ഷഹീദായിക്കൊണ്ടാണ് മരണപ്പെട്ടത്. അവരിൽ അധിക പേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത അനുയായി ആയിക്കൊണ്ടാണ് ജീവിച്ചത്. പക്ഷേ എന്താണ് ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ശ് സംഭവിച്ചത്? അദ്ദേഹം ഇസ്ലാം ഉപേക്ഷിച്ചിട്ടാണ് ജീവിച്ചത്. ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്ന ഒരു സഹാബി പോലും ഇസ്ലാം മതത്തെ ഉപേക്ഷിച്ച് പോയ ഒരു സംഭവം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായത് ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ശിന് മാത്രമാണ്. അദ്ദേഹം തന്റെ ഭാര്യയായ ഉമ്മു ഹബീബത്തു അബീ സുഫിയാനെ വിവാഹം കഴിച്ചു. ഭാര്യയോടൊപ്പം ഇസ്ലാമിന്റെ പ്രാരംഭ കാലഘട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം മക്കയിൽ നിന്ന് അബിസീനിയ എത്യോപ്യയിലേക്ക് പലായനം ചെയ്തു. അങ്ങനെ ആദ്യമായി നബി തങ്ങളെ വിശ്വസിച്ച ഒരാൾ, ആദ്യമായി ഭാര്യയോടൊപ്പം അബിസീനിയ എന്ന് പറയുന്ന നാട്ടിലേക്ക് പലായനം ചെയ്തൊരു സഹാബി, എന്തുകൊണ്ടും സ്വർഗത്തിൽ എത്തിച്ചേരാൻ എല്ലാവിധ സാധ്യതകളുമുള്ള ഒരു സഹാബിയായിരുന്നു ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ശ്. പക്ഷേ അദ്ദേഹം എങ്ങനെയായിരുന്നു മരണപ്പെട്ടത്? അദ്ദേഹം അബിസീനിയയിൽ എത്യോപ്യയിൽ എത്തിയപ്പോൾ അവിടെയുള്ള ഭൂരിപക്ഷം ആളുകൾ ക്രിസ്ത്യാനികളായിരുന്നു. അവിടെ അദ്ദേഹത്തിന് സുഹൃത്തുക്കൾ ഉണ്ടായിത്തീർന്നു. ആ സുഹൃത്തുക്കളോടൊപ്പം അദ്ദേഹം സമയം സ്പെൻഡ് ചെയ്യുമായിരുന്നു. ആ സുഹൃത്തുക്കളോടുള്ള സൗഹൃദം മെല്ലെ മെല്ലെ അദ്ദേഹം കള്ളുകുടിയിലേക്ക് എത്തിച്ചു. പതിവായി കുഴൽ കുടിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഭാര്യയായ ഉമ്മു ഹബീബ വിലക്കി കുടിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ കുടിച്ചുകൊണ്ടേയിരുന്നു. ഒടുക്കം മുസ്ലിമായ സഹാബിയായ ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹു എന്ന അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ മുസ്ലിമീങ്ങളായി നമ്മൾ വിളിക്കേണ്ടതായിരുന്നു. പക്ഷേ കള്ളുകുടി അദ്ദേഹത്തെ എത്തിച്ചു തീർത്തത് പതിയെ അദ്ദേഹം ഇസ്ലാം ഉപേക്ഷിച്ചു. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായി മാറി. ചരിത്രത്തിന്റെ താളുകൾ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. ഉമ്മു ഹബീബയുടെ ഭർത്താവായ ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ശ് എന്ന് പറയുന്ന സഹാബിയായി ഇസ്ലാം സ്വീകരിച്ച ആ മനുഷ്യൻ അബിസീനിയയുടെ ഒരു കുന്നിൻ മുകളിൽ മദ്യപിച്ച് മതോൽബദ്ധനായി ഉന്മാദനായിട്ട് ഉയഞ്ഞു വീണ് മരിച്ചു, നിലത്ത് വീണ് മരിച്ചു എന്നുള്ള ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. എത്ര ഈമാനുള്ള ആളാണെങ്കിലും, എത്ര തഖ്വയുള്ള ആളുകളാണെങ്കിൽ പോലും ഒരൽപ്പം കുടിക്കാൻ തുടങ്ങുമ്പോൾ പതിയെ അത് മനുഷ്യനെ നശിപ്പിക്കാൻ തുടങ്ങും. ആദ്യം കുറച്ച് കുടിക്കും, പിന്നെ അത് അഡിക്ഷനായി മാറും. ആദ്യം ഒരു ഗ്ലാസ് കുടിക്കും, പിന്നീട് അഡിക്ഷനായി മാറും. ആദ്യം ഒന്ന് തുടങ്ങി വെക്കും, പിന്നൊരു സ്ഥിരം കുടിയനായി മാറും. അവസാനം കുടുംബത്തിന്റെയും എല്ലാവരുടെയും കണ്ണീര് കണ്ടുകൊണ്ട് മരിക്കുന്ന ഒരു ദുരവസ്ഥ ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ശിനെ പോലുള്ള ഒരു സഹാബിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പേടിയോടുകൂടി വേവലാതിയോടുകൂടി മാറി നിൽക്കേണ്ട ഒരു ദുരന്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹറാമുകളിൽ നിന്ന്, തിന്മകളിൽ നിന്നുകൊണ്ട് അകന്നുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الكريم المعبود واشهد ان لا اله الا الله